വെൽക്കം ബാക്ക് ടു എഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 9. ഇതുവരെ നമ്മൾ പഠിച്ചത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. തന്നെ നമുക്ക് അടുത്ത സോഴ്സ് നോക്കാം. ഇൻകം ഫ്രം പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അല്ലേ? അതായത് ബിസിനസ്സിൽ നിന്നും പ്രൊഫഷനിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് അറിയണം എന്താണ് ബിസിനസ്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 13 പ്രകാരം ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ്, കൊമേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനത്തിനെയും ഇൻകം ടാക്സ് ലോ പ്രകാരം ബിസിനസ് ആയിട്ട് കണക്കാക്കും. അതേപോലെ തന്നെ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ട്രേഡ് എന്നത് മാത്രമല്ല, ഗുഡ്സ് ഓർ സർവീസ്, അല്ലെ? സർവീസിൻ്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ട്രേഡ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ബിസിനസ് എന്ന കാറ്റഗറിയിലാണ് ഇൻകം ടാക്സ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ദെൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കിപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലോ അല്ലെങ്കിൽ നോളജോ അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കില്ലോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാണ് എന്ത് പ്രൊഫഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇതിനിപ്പോൾ എന്തൊക്കെയാണ് വേണം? നമുക്ക് എന്താണ് ഒരു അക്കാദമിക്കൽ നോളജ് വേണം, അതുപോലെ തന്നെ ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ സ്കില്ല് വേണം, അല്ലേ? ഓക്കെ, ഇതെല്ലാം കൂടെ കൂടിയതാണ് എന്ത് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ ലോയർ, ഇതൊക്കെ പ്രൊഫഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ വേറൊരു വേർഡാണ് വൊക്കേഷൻ. വൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ മ്യൂസിക്, അല്ലേ? അതുപോലെ തന്നെ ഡാൻസ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, അല്ലേ? അതിപ്പോൾ കഥാരചനകളാവാം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറേജ്, ഏജൻസി, ഇതൊക്കെ പോലെ നമ്മുടെ പേഴ്സണൽ കഴിവുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വൊക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ബിസിനസ്, പ്രൊഫഷൻ, വൊക്കേഷൻ ഇവയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ഇൻകം ടാക്സ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. ഇനി ഈ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകത്തിൽ വരുന്ന ഇൻകംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു സോഴ്സിൽ ഉൾപ്പെടുത്താവുന്ന ഇൻകംസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 28 പ്രകാരം താഴെ പറയുന്ന ഇൻകംസ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന സോഴ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ്, അല്ലെ? ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻസ് അതെവിടെ ഉൾപ്പെടുത്തണം? ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ഉൾപ്പെടുത്തണം. ദെൻ അതുപോലെ തന്നെ കോമ്പൻസേഷൻ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോമ്പൻസേഷൻ ഒരു വ്യക്തിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ട്രേഡ്, പ്രൊഫഷണൽ അസോസിയേഷനിലെ മെമ്പേഴ്സ്, ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ മെമ്പേഴ്സിന് നൽകുന്ന സർവീസിൽ നിന്നുള്ള ഇൻകം, ഇതും നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പെർക്യുസൈറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, അല്ലേ? ഇതും എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അതായത് ദി വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ പെർക്യുസൈറ്റ്സ് വെദർ കൺവേർട്ടബിൾ ഇൻ ടു മണി ഓർ നോട്ട് എറൈസിംഗ് ഫ്രം ബിസിനസ് ഓർ ദി എക്സൈസ് ഓഫ് എ പ്രൊഫഷൻ. പ്രൊഫഷനിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ കിട്ടുന്ന പെർക്യുസൈറ്റ്സ് ഓർ ബെനിഫിറ്റ്, ഇതും നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എനി പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം, നമ്മൾ ഈ ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം ട്രാൻസ്ഫർ ചെയ്തത് മൂലം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട്, അതുപോലെ തന്നെ
നമ്മുടെ ഈ ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തത് മൂലം നമുക്ക് ഒരു എമൗണ്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതും നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണർക്ക് സാലറി ആയിട്ടോ റെമ്യൂണറേഷൻ ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ ബോണസ് ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം, എംപ്ലോയി അല്ല, പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണർക്ക് സാലറി ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ ഒക്കെ എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കീമാൻ ഇൻഷുറൻസ് പോളിസി, ഓക്കെ, ഇൻക്ലൂഡിങ് ബോണസ്. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു സ്ഥാപനത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ മുകളിൽ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ ഈ കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ടും അതിൻ്റെ കൂടെയുള്ള ബോണസും കൂടെ നമ്മൾ ആ ഒരു എമൗണ്ടിനെ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ കഴിവുകൾ, അതായത് ഈ കോമ്പറ്റേറ്റീവ് സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ടെക്നിക്കൽ നോളജോ പാറ്റൻറ്റോ കോപ്പി റൈറ്റോ ഇതൊന്നും പങ്കിടാതിരിക്കാൻ, ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ടെക്നിക്കൽ നോളജ് വേറൊരു കമ്പനിക്ക് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇൻകം എന്താണ്, ഇൻകം ഫ്രം പ്രൊഫഷൻ ഓർ ബിസിനസ് എന്നുള്ള കാറ്റഗറിയിലാണ് അയാൾ അത് കാണിക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 35AD പ്രകാരമുള്ള ഏതെങ്കിലും അസറ്റുകൾ കൈമാറ്റം ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിക്ക് കിട്ടുന്ന എമൗണ്ടും നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ, ഊഹക്കച്ചവടം അല്ലെ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ഇൻകംസ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ഇൻകംസ് ആണ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ സോഴ്സ് ഏതാണ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ ടാക്സ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ടാക്സ് ചുമത്തണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് ബിസിനസ്സിലൂടെയോ പ്രൊഫഷനിലൂടെയോ ലഭിക്കുന്ന ഇൻകം നമ്മൾ എന്തിൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കൊടുക്കണം. ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള അണ്ടറിൽ ഇൻകം ഫ്രം പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ നമ്മളൊരു ഇൻകം ഉൾപ്പെടുത്തുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും 5 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ഇൻകത്തിനെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 കണ്ടീഷൻസ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഇൻകം കിട്ടുന്നത് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ആയിരിക്കണം അല്ലേ. അപ്പോൾ അവിടെ ബിസിനസ് ഓർ പ്രൊഫഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, അത് അസസ് തന്നെയാണ് നടത്തേണ്ടത്. ദാറ്റ് മീൻസ് ആരാണോ ഇൻകം ടാക്സ് ഈ പേരും പറഞ്ഞ് അടക്കുന്നത് അയാളുടെ പേരിലായിരിക്കണം ഈ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, മൂന്നാമത്തെ നോക്കി നോക്കൂ. ഈ പ്രീവിയസ് ഇയറിൽ നമുക്കറിയാം, പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിൻ്റെ ടാക്സ് ആണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇൻകം പ്രീവിയസ് ഇയറിൽ നടത്തി കിട്ടിയ ബിസിനസ്സിൽ നിന്ന് ആയിരിക്കണം. ഓക്കെ, അതായത് മുൻ വർഷത്തിൽ നടത്തിയ ബിസിനസ്സിൽ നിന്നായിരിക്കണം എന്ത് വേണ്ടത്, ഈ ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വരുമാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ടോ പ്രൊഫഷനുമായിട്ടോ ബന്ധപ്പെട്ടതായിരിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ
ദെൻ ലാസ്റ്റ് വൺ എന്താ, ഇത് എല്ലാത്തരം ബിസിനസ്സുകൾക്കും എന്താണ്, ഇത് ബാധകമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പൊ ചില ഇൻകംസ് ബിസിനസ് അവസാനിപ്പിച്ചതിന് ശേഷവും ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ നമ്മൾ ടാക്സിന് വിധേയമാക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ബിസിനസ് എക്സിസ്റ്റ് ചെയ്യണം എങ്കിലാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ ബിസിനസ് ഇല്ല എങ്കിലും ചില ടൈപ്പ് ഓഫ് ഇൻകത്തിനെ നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തും എന്നാ പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. ഏതൊക്കെയാണത്? ഒന്നാമത്തേതാണ് ബാഡ് ഡെപ്റ്റ് റിക്കവറി. അല്ലെ, എന്താ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആര് വരും? ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അല്ലെ, ഈ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് തരാനുള്ള ക്യാഷ് തരില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുക? അത് ബാഡ് ഡെപ്റ്റ് ആവും. അല്ലെ, ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടാ? കടം, നമുക്ക് ഇനി ആ പൈസ കിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെ എഴുതി തള്ളിയിട്ടുള്ള കടമാണ്, കിട്ടൂല എന്ന് വിചാരിച്ച് എഴുതി തള്ളിയ കടമാണ്. പിന്നീട് എന്ത് ചെയ്തു? അത് വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് ഒക്കെ നിർത്തിയതിന് ശേഷം നമുക്കത് തിരിച്ചു കിട്ടി. അപ്പൊ അങ്ങനെ തിരിച്ചു കിട്ടിയിട്ടുള്ള ബാഡ് ഡെപ്റ്റ്സിനെ നമുക്ക് എന്തിന്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള അണ്ടറിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ വേറൊരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ലയബിലിറ്റി റിക്കവേർഡ്. അല്ലെ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്ത്, ഈ ബാഡ് ഡെപ്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു. അല്ലെ, അതുപോലെ തന്നെ നോക്കി നോക്കാം, റിക്കവറി അഗെയിൻസ്റ്റ് എനി ലോസ് എക്സ്പെൻഡിച്ചർ ഓർ ട്രേഡിംഗ് ലയബിലിറ്റി ഏർലിയർ അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അതായത് നമ്മളിപ്പോ എന്താണ് ലോസ്, അതായത് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോസ് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലയബിലിറ്റി മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതെന്ത് ചെയ്തു? റിക്കവറി ചെയ്തു. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെലവ് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെലവിനെ നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കാം. പക്ഷെ ആ ചെലവ് നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് വീണ്ടും ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് അതിന് ടാക്സ് കൊടുക്കണം. ദെൻ അടുത്ത നോക്കി നോക്കൂ, ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ ബാലൻസിങ് ചാർജസ്. ഓക്കെ, അതായത് ബാലൻസിങ് ചാർജ് ഓൺ ഇലക്ട്രിസിറ്റി കമ്പനീസ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കാം. ഇതും നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താലും ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കുന്ന ഒരു ഇൻകമാണ്. അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ച് അസറ്റ് സെയിൽ, അതായത് സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ്, അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് വിറ്റു. അതായത് സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് യൂസ്ഡ് ഫോർ സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വിറ്റു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ എമൗണ്ട് വിഡ്രോൺ ഫ്രം സ്പെഷ്യൽ റിസർവ്. അല്ലെ, നമ്മുടെ സ്പെഷ്യൽ റിസർവുകൾ എന്തെങ്കിലും നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള അണ്ടറിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ റെസിപ്റ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് അണ്ടർ ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അല്ലെ, അതായത് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസിന്റെ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റുകൾ, ക്യാഷ് ബേസ്ഡ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ്, അതും നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ടാണ് ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് ഇൻകത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് ലോസ്. അല്ലെ, അടുത്തൊരു കാറ്റഗറിയാണ് ബിസിനസ് ലോസ്. ബിസിനസ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിസിനസ്സിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കുറക്കാം. നമുക്കറിയാം പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ടാക്സും കൂടും. അപ്പൊ ഒരു ബിസിനസ്സിന് നഷ്ടം വരികയാണെങ്കിലോ അത് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിന്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാവുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ ആണ്
ഈ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ലോസ് ആയിരിക്കണം, നമ്മൾ ഇമേജിനറി ലോസ് ആയിരിക്കരുത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ക്യാപിറ്റൽ ലോസിനെ നമുക്ക് കുറക്കാൻ പറ്റില്ല. ഓൺലി നമുക്ക് ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റുന്നത് എന്തുമാത്രമാണ്? റവന്യൂ ലോസ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ആയിരിക്കരുത്. അതായത് നമുക്ക് ഭാവിയിൽ ഇത്രയും നഷ്ടം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറക്കാൻ പാടില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു നഷ്ടം ഉണ്ടായിരിക്കണം. പിന്നെ ഈ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലോസ് നമുക്ക് കുറക്കാൻ പറ്റുമോ? ഇല്ല. ഓൺലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസുകൾ മാത്രമാണ് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എവിടെ കുറക്കാൻ പറ്റില്ല? ഈ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ലോസ് ഡിഡക്റ്റ് ചെയ്യാം. ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഇൻകം നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്? ബിസിനസ് വരുമാനം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മൊത്തം പ്രോഫിറ്റും നമ്മുടെ ലാഭമായിട്ട് എടുക്കാൻ പറ്റുമോ? മീൻസ് മൊത്തം ക്യാഷും നമുക്ക് ലാഭമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ട്? ചെലവുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള ചെലവുകളൊക്കെ കുറച്ചതിന് ശേഷം വരുന്ന എമൗണ്ടിന് മുകളിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്, ടാക്സ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പോൾ ബിസിനസ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് അനുവദനീയമായിട്ടുള്ള ഒരു അസസിക്ക് ഡിഡക്റ്റ് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള എക്സ്പെൻസസുകളൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന ഇൻകമാണെന്ത്? ഇൻകം ഫ്രം അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോഫിറ്റിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേഷൻ നടത്തേണ്ടത്? ടാക്സ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പോഴും അവിടെ ഒരു കോംപ്ലിക്കേഷൻ വന്നു. ഈ എല്ലാ ചെലവും നമുക്ക് കുറക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അനുവദനീയമായിട്ടുള്ള അല്ലെങ്കിൽ അലവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ആ ഡിഡക്ഷൻസ്, നമുക്ക് ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ ഈ ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസുകളുണ്ട്. നോക്കി നോക്കാം. ബിസിനസ്സിന് ചെലവാക്കി, ഒന്നാമത്തെ റൂളാണ് ബിസിനസ്സിനായിട്ട് എത്രയാണോ, അതായത് എക്സ്പെൻസ് മസ്റ്റ് ബി ഇൻകേർഡ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ അല്ലേ. അതായത് ഒന്നാമത്തെ നിയമമാണ് എന്ത്? ഈ ഒരു എക്സ്പെൻസസ് എന്താ, നമ്മളിപ്പോൾ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കണം. ഓക്കെ, അതല്ലാതെ അതിന് മുന്നേ എപ്പോഴോ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കണം നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ നിയമമാണ് എന്ത്? എക്സ്പെൻസ് ഷുഡ് ബി ഫോർ ബിസിനസ് പർപ്പസ്. ബിസിനസ്സിനായി ചെലവാക്കിയത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ കുറക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ കടയുടെ അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെ റെന്റ് കൊടുത്തു, എംപ്ലോയീസിന് സാലറി കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു. ഇതൊക്കെ എന്താണ്? ആ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ചെലവുകളാണ്. ഇത് നമുക്ക് കുറക്കാം. നേരെ മറിച്ച് നമ്മുടെ പേഴ്സണൽ ചെലവുകളൊന്നും നമുക്ക് ബിസിനസ് ചെലവാണ് എന്ന് പറഞ്ഞിട്ട് കുറക്കാൻ പറ്റില്ല. പിന്നെ അതിന് മുന്നേ നോക്കി അടുത്ത എന്താണ്? പ്രീ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആർ നോട്ട് അലൗഡ് അല്ലെ. അതായത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുള്ള ചെലവുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് കുറക്കാൻ പറ്റില്ല അല്ലെ. ഒരു ഷോപ്പ് നമ്മൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ചെലവാക്കിയിട്ടുള്ള ആ ഒരു ചെലവ് അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അടുത്ത നോക്കി നോക്കൂ. അടുത്ത റൂൾ എന്താണ്?
റിസർവ് ഫോർ ഫ്യൂച്ചർ നോട്ട് അലൗഡ് അല്ലേ. നമുക്ക് ഭാവിയിൽ നഷ്ടം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊരു റിസർവ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിഡക്ഷൻ അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് നമുക്കത് കുറക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാണ് അടുത്ത വർഷം നമുക്ക് നഷ്ടം വരാം എന്ന് കരുതി നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചു, എന്നിട്ട് അത് നമ്മൾ ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കുകയാണ് അല്ലേ, അത് പറ്റില്ല. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലോസ് കുറക്കാൻ പറ്റില്ല. ഓൺലി റവന്യൂ ലോസ് മാത്രമേ ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില ഇൻകംസിന് എക്സംപ്റ്റഡ് ഇൻകംസ്, ടാക്സ് കൊടുക്കണ്ടാത്ത ചില ഇൻകംസ് ഉണ്ടല്ലോ. നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകംസ് ഒക്കെ എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻകത്തിന്റെ മുകളിൽ നമുക്കൊരു ചെലവ് വന്നു എന്ന് വിചാരിച്ചോ, ആ എക്സ്പെൻസ് നമുക്ക് കുറക്കാൻ കഴിയില്ല. അതായത് എക്സംപ്റ്റഡ് ഇൻകത്തിന്റെ മുകളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് കുറക്കാൻ കഴിയില്ല. കാരണം എന്താ, ഓൾറെഡി അത് ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ ഇൻകത്തിന്റെ മുകളിൽ നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് കുറക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ഡിപ്രീസിയേഷൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് അലൗഡ് അല്ലേ. ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിലുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ കഴിയില്ല. ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കാം, മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ. നമുക്കറിയാം ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അക്കൗണ്ടിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, നമുക്കറിയാം ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ. ബിസിനസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ടാണ് അതിന്റെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടക്കുന്നത്. അപ്പൊ ഇവിടെ അക്കൗണ്ടിങ്ങിന് നമ്മൾ എന്ത് മെത്തേഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുക, നമുക്കറിയാം ഈ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാവാം അല്ലെങ്കിൽ അക്രുവൽ ബേസിസിലാവാം അല്ലെ. അതുപോലെ തന്നെ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യാഷ് കിട്ടിയ ശേഷം മാത്രമാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ. അക്രുവൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പണം മീൻസ് ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലേ. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഇതാണ് എന്ത്, അക്രുവൽ സിസ്റ്റം ആൻഡ് ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ഗവൺമെന്റ് ഈസ് എംപവേർഡ് ടു നോട്ടിഫൈ ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ ഈ അസസിങ് ഓഫീസർ, അതായത് ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അസസ്മെന്റ് ഓഫീസർ, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഇത് അസസ് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട്സ് അസസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ കേസുകളിൽ അത് എന്താണ് നമുക്ക് അയാൾക്കത് തോന്നുകയാണ് ഈ ഒരു സിസ്റ്റം പോരാ, അതുകൊണ്ട് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അയാൾക്ക് ഇടപെടാൻ പറ്റും. അതായത് ഒരു ബിസിനസ് ചിലപ്പോൾ ക്യാഷ് സിസ്റ്റത്തിലായിരിക്കാം അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അക്രുവൽ ബേസിസിലായിരിക്കാം അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സെക്ഷൻസുകളെ കുറിച്ചും ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് സെക്ഷൻ 30 to 37. ആ സെക്ഷനിൽ പറയുന്നത് ബിസിനസ്സിൽ നിന്ന് കുറക്കാൻ പറ്റുന്ന എക്സ്പെൻസസുകളെ കുറിച്ചിട്ടാണ്. ദെൻ സെക്ഷൻ 40 to 47 പറയുന്നത് എന്താണ്, സെക്ഷൻ 40 പറയുന്നത് എന്താണ്, എക്സ്പെൻസസ് സ്പെസിഫിക്കലി ഡിസലൗഡ് അല്ലെ, ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകളെ കുറിച്ചിട്ടാണ് 40 പറയുന്നത്. ആൻഡ് 47 പറയുന്നത് എന്താണ്, എക്സ്പെൻസസ് ഓർ പേയ്മെന്റ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ സെർട്ടൈൻ കേസസ്. സെർട്ടൈൻ കേസസിൽ ചില എക്സ്പെൻസസ് ഓർ പേയ്മെന്റ് നമുക്ക് കുറക്കാൻ കഴിയില്ല. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, ബിസിനസ് ഇൻകം മൈനസ് നമുക്ക് അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻസ്. അപ്പം ഏതൊക്കെയാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻ എന്നും അനുവദനീയമല്ലാത്ത ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിന്റെ ബേസിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, സ്പെഷ്യൽ ഡിഡക്ഷൻസ് 1. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്ത്, ഇപ്പോൾ ബിസിനസ് ഇൻകം കാൽക്കുലേഷൻ നടത്തുമ്പോൾ ചില പ്രത്യേക ചെലവുകൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ 30, 31, 32.
അപ്പോൾ ഇതിലുള്ള കുറച്ച് സ്പെഷ്യൽ ഡിഡക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഡിഡക്ഷൻ നടത്തുന്നത് ഓരോ SSCയും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ് അനുസരിച്ചാണ് അല്ലേ. അതായത് ഒരു SSC ഏത് അക്കൗണ്ടിങ് സിസ്റ്റം ആണോ ഫോളോ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ്പെൻസിന് ഏതൊക്കെ എക്സ്പെൻസ് ആണ് നമുക്ക് അനുവദനീയമായത് അല്ലെങ്കിൽ അനുവദനീയമല്ലാത്തത് എന്ന് അല്ലേ. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാഷ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ മിക്സ്ഡ് സിസ്റ്റം ഉണ്ട്, രണ്ടും കൂടെ ഉള്ളത്. ക്യാഷ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 നമ്മൾ അടയ്ക്കേണ്ട റെൻ്റാണ്, പക്ഷെ നമ്മളത് അടച്ചിട്ടില്ല, അടച്ചത് 2025 വിചാരിച്ചോ. അപ്പോൾ നമ്മളിത് എവിടെയാണ് ഏത് ഇയറിലാണ് നമ്മൾ ഏത് ഇയറിലെ അക്കൗണ്ടിങ്ങിലാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക? അടച്ചത് 2025. സോ നമ്മൾ 2025 ക്യാഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ. നമുക്കറിയാം ഇന്ത്യയിൽ അധികം ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവേ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അക്കാദമിക്കിൽ പഠിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണ്? അക്രൂവൽ ബേസിസ് ആണ്. ക്യാഷ് ബേസിസിലല്ല, അക്രൂവൽ ബേസിസ് ആണ്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ ഇവിടെ നമുക്കിപ്പോൾ 2024 അടയ്ക്കേണ്ട റെന്റ് ആയിരുന്നു, പക്ഷെ നമുക്കിത് അടക്കാൻ കഴിഞ്ഞിട്ടില്ല. അടച്ചത് 2025. പക്ഷേ അക്രൂവൽ ബേസിസ് ആണ് എങ്കിൽ 2024 അടയ്ക്കേണ്ട റെന്റ് അത് അടച്ചാലും ഇല്ലെങ്കിലും 2024 അക്കൗണ്ടിങ്ങിലാണ് അത് എഴുതേണ്ടത്, അക്കൗണ്ട്സിലാണ് അത് എഴുതേണ്ടത്. ഓക്കെ, അതാണ് അക്രൂവൽ ബേസിസ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ എക്സ്പെൻസസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഒരു ബിസിനസ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ ഡിഡക്ഷനിൽ വരുന്ന കാര്യങ്ങളെന്ന്. അതിൽ ഒന്നാമത്തേതാണ് റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ടാക്സസ്, റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് ഫോർ ബിൽഡിംഗ് അല്ലേ, സെക്ഷൻ 30. അതായത് നമുക്കറിയാം ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ചില എക്സ്പെൻസസുകളാണ് അല്ലേ. അപ്പോൾ അതെന്താ? അത് നമുക്ക് സെക്ഷൻ 30 പ്രകാരം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് ഈ റെൻറ്റ് ആൻഡ് റിപ്പയർ അല്ലേ, ഇതിന് നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നോക്കി നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ആണെന്ത്? റെന്റ് ആൻഡ് റിപ്പയർ. അതായത് നമ്മൾ പറഞ്ഞു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട റെന്റ് ആൻഡ് റിപ്പയർ. അപ്പം അത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട റെന്റ് ആൻഡ് റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ്? allowed only if assessee has occupied by the property as a tenant അല്ലേ. അതായത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് റെന്റും റേറ്റ്സും നമുക്ക് പറഞ്ഞു എന്ത് ഡിഡക്ഷൻ കിട്ടും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ബിൽഡിങ്ങിലാണ് അയാൾ ബിസിനസ് നടത്തുന്നതെങ്കിലോ അപ്പോൾ അയാൾക്ക് ഈ ചെലവുകൾ കുറക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഒരു ബിസിനസ് മാൻ വാടകയ്ക്കെടുത്ത ബിൽഡിങ്ങിലാണെങ്കിൽ മാത്രമാണ് ഈ റെന്റ് ആൻഡ് റേറ്റ്സ് ഇയാളുടെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ അതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഈ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ നേച്ചറിലുള്ളതായിരിക്കരുത് അല്ലേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൽ പെർമനൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് ചിലവാക്കി. ഇത് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസുകളാണ്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബിൽഡിങ്ങിൻ്റെ മുകളിൽ സംഭവിച്ചിട്ടുള്ള എക്സ്പെൻസ് ആണ് എന്നും പറഞ്ഞിട്ട് കുറക്കാൻ കഴിയില്ല. ദെൻ അതുപോലെ തന്നെ എന്താണ് അടുത്തത് നോക്കാം. ഇപ്പോൾ മൈനർ ആയിട്ടുള്ള റിപ്പയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്കിത് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കുറക്കാൻ പറ്റുള്ളൂ. ദെൻ അതുപോലെ തന്നെ ഈ മുനിസിപ്പൽ ടാക്സസ്, ലാൻഡ് റവന്യൂ, അതർ ടാക്സസ് അല്ലേ. അതായത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു ചെലവാണെന്ത്? ഈ ടാക്സസ് അല്ലേ. ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ? മുനിസിപ്പൽ ടാക്സ്, മറ്റു ടാക്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എക്സ്പെൻസ് ആണ്, അത് നമുക്ക് ഡിഡക്ഷൻ നടത്താവുന്നതാണ്. പക്ഷേ അതിനും കുറച്ച് എങ്ങനെയാണ് ഡിഡക്ഷൻ നടത്തുക? അതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ടാക്സ് നമ്മൾ യഥാർത്ഥത്തിൽ പേ ചെയ്തതായിരിക്കണം. പേ ചെയ്തിട്ടില്ല, ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഡക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല.
ടാക്സ് നമ്മൾ ആക്ച്വലി നമ്മളത് അടക്കണം. then അതുപോലെ തന്നെ എന്താണ്, ഒന്നല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലോ അല്ലെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അത് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻഷുറൻസ് നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ, ബിൽഡിംഗ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എഗെയിൻസ്റ്റ് അങ്ങനെ എടുത്ത് ഇൻഷുറൻസ് ആയിരിക്കണം അല്ലെ. അതായത് ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ബിൽഡിംഗ് അല്ലെ. അങ്ങനെ എടുത്ത് ഇൻഷുറൻസിന് മാത്രമേ എന്തുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ അല്ലെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫയർ ഇൻഷുറൻസ് എടുത്തു അല്ലെ. അപ്പൊ ഇത് ബിൽഡിംഗ് നശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സേഫ് ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കുറക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ സെക്ഷൻ 30 പറയുന്നത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട റെന്റ്, റേറ്റ്, ടാക്സ്, റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് ഇത് നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കി നോക്കാം. റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് ഓഫ് മെഷീനറി പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ അല്ലെ. അത് സെക്ഷൻ 31 പറയുന്നത്. എന്താ അവിടെ പറയുന്നത്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ഈ അസറ്റിന്റെ റിപ്പയറിങ്, ഇൻഷുറൻസ് എക്സ്പെൻസസുകളൊക്കെ സെക്ഷൻ 31 പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനും കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന അസറ്റുകളായിരിക്കണം ഇത് അല്ലെ. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്, ഫർണിച്ചർ, മെഷീനറി ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കരുത്. നമ്മളിപ്പോ ഈ മെഷീനറി ഒക്കെ മേജർ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ വാങ്ങുകയോ അത് അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ചെലവ് വരില്ലേ, അതൊന്നും നമ്മൾ കുറക്കാൻ പാടില്ല അല്ലെ. നമ്മളിപ്പോൾ ഇപ്പൊ മെഷീൻ നമ്മൾ സർവീസിന് കൊടുത്തു, അല്ലെങ്കിൽ ഫർണിച്ചർ നമ്മളൊന്ന് പോളിഷ് ചെയ്തു, ഇങ്ങനെയുള്ള മൈനർ എക്സ്പെൻസുകൾ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങി, നമ്മളൊരു 10 ലക്ഷത്തിന്റെ പുതിയൊരു മെഷീൻ വാങ്ങി, എനിക്കിത് കുറക്കാൻ പറ്റുമോ, ഇല്ല, ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്ഷൻ 31 പ്രകാരം ഒരു പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ ഇതിന്റെ മുകളിൽ നമുക്ക് കുറക്കാൻ പറ്റുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, റിപ്പയറിംഗ് അല്ലെ. റിപ്പയറിംഗ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ നേച്ചറിലുള്ള റിപ്പയറിംഗ് പറ്റില്ല കേട്ടോ, ഓൺലി റവന്യൂ നേച്ചർ ആൻഡ് ഇൻഷുറൻസ് ഇത് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഡിഡക്ഷൻ ആണ് എന്ത്, ഡിപ്രീസിയേഷൻ. സെക്ഷൻ 32 ഡിപ്രീസിയേഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 32. എന്താ പറയുന്നത്, നമുക്കറിയാം എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂ ഓരോ ഇയർ കഴിയും തോറും എന്ത് ചെയ്യും, കുറയും അല്ലെ. അതിന് പറയുന്ന പേരാണ് എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഇത് കുറയാൻ കാരണം, വിയർ ആൻഡ് ടിയർ മൂലം. അതുപോലെ തന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴകും അല്ലെ, ഉപയോഗശൂന്യമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ കുറയും. അതായത് നമ്മൾ എഫിഷ്യൻസി കുറയും, ഓരോ വർഷവും നമ്മൾ യൂസ് ചെയ്യും തോറും അതിന്റെ എഫിഷ്യൻസി കുറയും. അത് നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ആ അസറ്റിന്റെ വാല്യൂ, ഇപ്പോൾ 10 ലക്ഷത്തിന്റെ ഒരു അസറ്റ് ഞാൻ വാങ്ങി, 10 വർഷം കഴിഞ്ഞാലും അതിന് ആ മൂല്യം ഉണ്ടാവോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് ഇങ്ങനെ കുറക്കും. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം അസറ്റിന്റെ വാല്യൂ കുറക്കുന്നതാണ് എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്താൻ നമുക്ക് 2 മെത്തേഡുകളാണ് ഉള്ളത്. ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്ന 2 മെത്തേഡുകളാണ് എന്ത്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് എന്ന് വിളിക്കും അല്ലെ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്താണ്, എല്ലാ വർഷവും സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് കുറക്കുന്നത് അല്ലേ. ദെൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഓരോ വർഷവും നമ്മൾ കുറച്ചു അതിന്റെ ബാലൻസിൽ നിന്നാണ് വീണ്ടും ഡിപ്രീസിയേഷൻ കുറക്കുന്നത് അല്ലെ. അപ്പൊ അതായത് ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കൂടുതലും പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരും. ഇതാണ് എന്ത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇൻകം ടാക്സിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷന്റെ ടൈപ്പ് നമുക്ക് പറയാം. നോർമൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡീഷണൽ ഡിപ്രീസിയേഷനും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. നോർമൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്ഷൻ 32 പ്രകാരം നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എലിജിബിൾ ആയിട്ടുള്ള ന്യൂ മെഷീനറി ഓർ പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, അതായത് എലിജിബിൾ ആവണം. അതായത് ന്യൂ മെഷീനറി ഓർ പ്ലാന്റ്, അതായത് ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ് ഒഴികെയുള്ള പുതിയ മെഷീനറി ഓർ പ്ലാന്റിന് നമുക്ക് എന്ത് കിട്ടും? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പവർ ജനറേഷൻ അണ്ടർടേക്കിംഗ് അല്ലേ, അതായത് പവർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ബിസിനസ് അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാ? ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്താൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക, എലിജിബിൾ മെഷീനറി നമ്മൾ പറഞ്ഞു, എലിജിബിൾ ആയിട്ടുള്ള മെഷീൻസുകളൊക്കെ പുതിയതായിട്ട് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അതായത് അതിപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ നമുക്ക് ഡിഡക്ട് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ 35%. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇത് കുറക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എന്താണ് ഡിപ്രീസിയേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് ആണെന്ന് പഠിച്ചു. നോർമൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. നോർമൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ബ്ലോക്ക് അസറ്റ്. അപ്പോൾ ബ്ലോക്ക് അസറ്റ് എന്താണെന്ന് അറിയണം, അത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. ബ്ലോക്ക് അസറ്റിൻ്റെ മുകളിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്തുകയാണ്. ദെൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പുതിയൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങുമ്പോൾ നമുക്ക് അതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷനെ കുറിച്ചിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റിൻ്റെ വാല്യൂ ഓരോ ഇയറിലും കുറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചില കണ്ടീഷൻസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഡിപ്രീസിയേഷൻ ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം. ഈ ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഓൺ ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ. ടാഞ്ചിബിൾ അസറ്റ്സിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സിലും എന്ത് ചെയ്യാം? നമുക്ക് ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. അതായത് ഡിപ്രീസിയേഷൻ 2 തരത്തിലുള്ള അസറ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അനുവദിക്കുന്നത്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും കഴിയുന്ന അസറ്റുകൾ. ദാറ്റ് മീൻസ് ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ എക്സെട്ര. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് ഒരു ഫിസിക്കൽ രൂപമില്ലാത്ത, നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ കഴിയാത്ത അസറ്റുകളാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പാറ്റന്റ്, കോപ്പി റൈറ്റ്, ഗുഡ് വില്ല്, ലൈസൻസ്, ട്രേഡ് മാർക്സ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത് നോക്കാം. അടുത്തൊരു കണ്ടീഷനാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാന്റ് എന്നത് ബിസിനസ്സിനായി ഉപയോഗിക്കുന്ന മറ്റു പല അസറ്റുകളും ഈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റിൽ ഉൾപ്പെടാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കി നോക്കുക. ആർക്കാണ് ഈ ഡിപ്രീസിയേഷൻ കിട്ടുക? എല്ലാവർക്കും ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കാ പറ്റുള്ളൂ? ഓണർ അല്ലെങ്കിൽ കോ ഓണറിന് മാത്രം. ആ അസറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമയ്ക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഇപ്പോൾ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് അയാൾക്കാണ് അത് അസറ്റ് ഉപയോഗിക്കാനുള്ള, അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി ആണത് അല്ലെ. അല്ലെങ്കിൽ മറ്റൊരാളുടെ അസറ്റ് കൈവശം വെച്ചയാളല്ല. അയാൾ പൈസ കൊടുത്ത് സ്വന്തമായിട്ട് വാങ്ങിയ യൂസ് ചെയ്യുന്ന അസറ്റാണ് ആണെങ്കിൽ അയാളെ നമുക്ക് എന്ത് വിളിക്കാം? ആ അസറ്റിന്റെ ഓണർ എന്ന് വിളിക്കാം നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീസിന്റെ കേസിലോ?
നമുക്കറിയാം ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാട്ടത്തിനെടുക്കുക അല്ലെ. അതായത് അവിടെ ലെസ്സർ ഉണ്ടായിരിക്കും, ലെസ്സി ഉണ്ടായിരിക്കും. ലെസ്സർ എന്താ ചെയ്യുന്നത്? ലെസ്സർ ഒരു അസറ്റ് വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ലെസ്സിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ലെസ്സി ഇവിടുത്തെ ആ അസറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഓണർ ആണോ? അല്ല. ആ അസറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഓണർ ആരാണ്? ലെസ്സർ ആണ്. ഓക്കെ, അപ്പോ അസറ്റ് ലീസിന് കൊടുക്കുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർക്കാ ക്ലെയിം ചെയ്യാൻ പറ്റുക? ലെസ്സറിനാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. കാരണം എന്താണ്? അയാളാണ് അതിന്റെ റിയൽ ഓണർ. ഓക്കെ, ലെസ്സിക്ക് പറ്റുമോ? ഇല്ല. ലെസ്സി എന്താ ചെയ്യുന്നത്? അത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ആർക്കുള്ളത്? ലെസ്സിക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഡിപ്രീസിയേഷൻ ഈ ലെസ്സിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനിയിപ്പോ ലെസ്സിക്ക് എന്താണ്? ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിലോ ഇപ്പൊ അവിടെ ഇംപ്രൂവ്മെന്റ്, റിനോവേഷൻ, എക്സ്റ്റൻഷന്, ഓക്കെ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഒരു ലെസ്സറിന്റെ ഒരു അസറ്റ് അയാൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ലെസ്സർക്കാണ് ഡിപ്രീസിയേഷൻ കുറക്കാനുള്ള അനുമതി ഉള്ളത്, ലെസ്സിക്കില്ല. പക്ഷേ ഈ ബിൽഡിങ്ങിന്റെ കേസിൽ ലെസ്സിക്ക് ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഇംപ്രൂവ്മെന്റ്, റിനോവേഷൻ, എക്സ്റ്റൻഷന് ഇവക്കായിട്ട് നമ്മൾ പല എന്തെങ്കിലും ചെലവുകളൊക്കെ നമ്മൾ നടത്തി അല്ലെ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ ചെലവാക്കി എന്ന് വിചാരിച്ചോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ്സിക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് കുറക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി വേറൊരു കാര്യം, വേറൊരു നിയമം പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ റൂള് പറയുന്നത് എന്താണ്? അസറ്റിന്റെ ഫുൾ ഓണർഷിപ്പ് ഇല്ലെങ്കിലും പാർഷ്യൽ ഓണർഷിപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ആണ് ഈ അസറ്റ്. നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കുകയാണ്. പക്ഷെ ആ അസറ്റ് നമ്മൾ ബിസിനസ്സിനല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ഫിക്സ്ഡ് അസറ്റ് ബിസിനസിന്റെ ഉപയോഗത്തിനായിട്ട് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്ക് ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കണം എങ്കിലേ നമുക്ക് ഇതിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതുപോലെ തന്നെ വേറൊരു കേസ് പറയുന്നത് റെസിഡൻസിന്റെ കേസ്, എംപ്ലോയി റെസിഡൻസിന്റെ കേസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയർ, ശ്രദ്ധിക്കണേ, എംപ്ലോയർ എംപ്ലോയീസിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് എംപ്ലോയറിന്റെ ബിസിനസ് യൂസ് ആയിട്ട് കണക്കാക്കാം. നമ്മൾ പറയാണ് ബിസിനസിന്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നമ്മൾ എന്താ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു സോപ്പ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ബിസിനസ്സാണ്. എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വീട് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു വീട് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എംപ്ലോയീസിന്. അപ്പൊ ഇതെന്താണ്? ഈ വീട് ശരിക്കും എൻ്റെ സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത്? ഈ പ്രോപ്പർട്ടി അല്ലെ, അതായത് നമ്മുടെ ബിൽഡിംഗ്, നമ്മൾ മീൻസ് ഈ എംപ്ലോയീസിന് ബിൽഡിംഗ് കൊടുത്തല്ലോ, അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഇതിന് ബിസിനസ്സുമായിട്ട് ബന്ധമില്ലല്ലോ. പക്ഷേ നമുക്ക് കുറക്കാം. കാരണം എന്താണ്? നമ്മുടെ ബിസിനസ്സിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനാണ് നമ്മൾ എന്ത് കൊടുത്തത്? ആ ബിൽഡിംഗ് താമസിക്കാൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ എംപ്ലോയർ എംപ്ലോയീസിന് താമസിക്കാൻ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയറിന്റെ ബിസിനസ് യൂസ് ആയിട്ട് കണക്കാക്കാം. അതിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാം, നമ്മുടെ പ്രോഫിറ്റിൽ നിന്നത് കുറക്കാവുന്നതാണ്. ഇനി ഇതേപോലെ എംപ്ലോയീസിന് നമുക്ക് വേറെന്തെങ്കിലും അസറ്റുകൾ നൽകിയിട്ടുണ്ടെങ്കിലോ, അതായത് ബിൽഡിംഗ് മാത്രമല്ല, ഈ ബിൽഡിങ്ങിൽ നമ്മൾ ഫാന്, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, ഫർണിച്ചർ അല്ലെ, ഇവയും നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അസറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? ആക്ച്വൽ കോസ്റ്റ് ടു ഓണർ. അതായത് ഡിപ്രീസിയേഷൻ കുറക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ആ ഓണറിന്റെ ആക്ച്വൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് അസറ്റിന് ആ ഓണർ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്രയാണോ ചെലവാക്കിയത് അതിന്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ എന്താ ബ്ലോക്ക് ഓഫ് അസറ്റ്? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോ സാധാരണഗതിയിൽ നമ്മൾ അക്കൗണ്ടൻസിയിലൊക്കെ ഡിപ്രീസിയേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു 5-6 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ സെപ്പറേറ്റ് ഡിപ്രീസിയേഷൻ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? പക്ഷേ ഇൻകം ടാക്സിൽ അങ്ങനെയല്ല ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരേ അസറ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ അസറ്റുകളെയും നമ്മളൊരു കാറ്റഗറി ആക്കും, ഒരു ബ്ലോക്ക് ആക്കും. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ദെൻ ഇനി ഡിപ്രീസിയേഷന്റെ മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും രണ്ടാമത്തേത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ആണ് എന്നല്ലേ? ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറൊരു കേസ് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പവർ ജനറേഷൻ അല്ലേ? അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, പവർ ജനറേഷൻ്റെ ബിസിനസ്, അത് മീൻസ് മാനുഫാക്ചറിങ് നടത്തുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുകയോ പവർ ജനറേറ്റ് ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു ബിസിനസ് സാധാരണയായിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ദെൻ അടുത്തൊരു പോയിന്റ് നോക്കി നോക്കാം നമുക്ക്. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിന്റെ അവസാന ദിവസത്തിലെ ആ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ അടിസ്ഥാനമാക്കിയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിപ്രീസിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അസറ്റ് എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിൽ നമ്മൾ അത് യൂസ് ചെയ്തിരിക്കണം. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്ത അസറ്റ് ആണെങ്കിൽ മാത്രമാണ് ആ പ്രീവിയസ് ഇയറിൽ അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ പ്രീവിയസ് ഇയറിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളിപ്പോ കുറച്ച് ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് അത് യൂസ് ചെയ്യണം അല്ലേ? അതായത് മണിക്കൂറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു അസറ്റ് നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആ ഒരു പ്രീവിയസ് ഇയറിൽ, എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? അത് ബിസിനസ്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത അസറ്റ് ആണ്. അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂൾ ഉണ്ട്, ഫസ്റ്റ് ഇയർ റൂള്. അതായത് ഫസ്റ്റ് ഇയർ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു അസറ്റ് നമ്മൾ വാങ്ങുകയാണ്. ആ വാങ്ങിയ ആദ്യ വർഷത്തില് നമ്മൾ ആ അസറ്റ് 180 ഡേയ്സോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അതായത് ആദ്യ വർഷത്തിൽ നമുക്ക് ഫുൾ ഡിപ്രീസിയേഷൻ നമുക്ക് നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറക്കാം. ദെൻ ഇനി 180 ഡേയ്സിൽ താഴെയാണ് നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ ഈ ഒരു അസറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഹാഫ് ഡിപ്രീസിയേഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി ഇതിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക്. അതാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു വേർഡായിരുന്നു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ മുകളിലാണ് അല്ലേ? അപ്പോൾ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് അറിയണം. അതായത് ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള അസറ്റിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ അസറ്റുകളെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസസ് ഓഫ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ക്ലാസസ്? ഒന്നാമത്തതാണ് ബിൽഡിംഗ്, രണ്ടാമത്തതാണ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, മൂന്നാമത്തതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, നാലാമത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്ലാസസ് ഓഫ് അസറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ഓഫ് അസറ്റുകളാക്കിയിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ക്ലാസസ് ഓഫ് അസറ്റിൽ നമ്മളിപ്പോൾ 4 കാറ്റഗറീനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതിൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു അസസ്മെൻറ്റ് ഇയർ മാക്സിമം ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്.
ഓക്കെ, അപ്പൊ ആദ്യം ബ്ലോക്ക് നമ്മൾ പറഞ്ഞു മാക്സിമം ഡിപ്രീസിയേഷൻ റേറ്റ് 40% ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9 ബ്ലോക്കുകളാണ്. എന്താണ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ റേറ്റ് ഉള്ള ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള അസറ്റുകളെ നമ്മൾ ഓരോരോ ബ്ലോക്കുകളാക്കിയിട്ട് തരംതിരിക്കുകയാണ്. അങ്ങനെ 9 ബ്ലോക്കുകളിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 12 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പം അത് 9 ബ്ലോക്കുകളാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് നമ്മുടെ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനെ തന്നെ നമ്മളിപ്പോൾ ഒരു 3 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് 1 അല്ലേ, നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ, അതായത് ബ്ലോക്കുകളാക്കിയിട്ട് തരംതിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രൂപ്പ് 1ൽ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? റെസിഡൻഷ്യൽ ബിൽഡിങ് അല്ലേ, അതായത് ഈ ഹോട്ടൽ ബോർഡിംഗ് ഹൗസസ് ഒഴികെയുള്ള റെസിഡൻഷ്യൽ ഹൗസസ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് എത്രയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? 5% ആണ്. അപ്പോൾ ഈ 5% കാറ്റഗറി ഉള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഏതിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തും? ഗ്രൂപ്പ് 1 എന്നതിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തും. ദെൻ ഗ്രൂപ്പ് 2ൽ എന്താ പറയുന്നത്? നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്. ഓക്കെ, അതായത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്, അതിന് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ റേറ്റ് 10% ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഗ്രൂപ്പ് 3 അല്ലേ. ഗ്രൂപ്പ് 3ൽ പറയുന്നത് എന്താണ്? ടെമ്പററി ബിൽഡിങ് അല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ ഈ വുഡൻ സ്ട്രക്ചറിലുള്ള ടെമ്പററി ആയിട്ട് മാത്രം താൽക്കാലികമായിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെന്നൊക്കെ ഏറുമാടങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അല്ലേ, വുഡൻ സ്ട്രക്ചറിലൊക്കെ ഉള്ള. അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ പ്രൊജക്ട് ബിൽഡിങ്, അങ്ങനെയുള്ള ടെമ്പററി ബിൽഡിങ് ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരിക. അതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 40% ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. രണ്ടാമത്തെ ക്ലാസ് ആയിട്ടുള്ള ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. ഇപ്പോൾ അതിൽ നമ്മൾ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിനെ നമ്മൾ ഗ്രൂപ്പ് 4 എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. അതിലെന്തൊക്കെയാണ് വരിക? ഫർണിച്ചർ വരും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് വരും. ഓക്കെ, ദെൻ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 10% ആണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ. അപ്പോൾ ആ കാറ്റഗറിയിൽ നമ്മൾ 7 ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 5, ഗ്രൂപ്പ് 6, ഗ്രൂപ്പ് 7, ഗ്രൂപ്പ് 8, 7 എണ്ണല്ല 4 ഗ്രൂപ്പുകളായി അല്ലേ. അതായത് ഗ്രൂപ്പ് 5, ഗ്രൂപ്പ് 6, ഗ്രൂപ്പ് 7, ഗ്രൂപ്പ് 8 ഇതൊക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അണ്ടറിൽ നമ്മൾ 4 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് 5ൽ എന്തൊക്കെ വരുന്നത് നോക്കി നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെ, എനി പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് ജനറൽ ആയിട്ട് വരുന്ന ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറിയും. അതായത് ഗ്രൂപ്പ് 6ലും 7ലും 8ലും ഉൾപ്പെടാത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 5ലാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് മോട്ടോർ കാർസ്. മോട്ടോർ കാർസിന്റെ കേസ് എടുക്കുമ്പോൾ ഈ ഹയർ ബിസിനസ്സിന്, അതായത് ഹയർ ബിസിനസ് അല്ലാത്ത മോട്ടോർ കാർ, അതുപോലെ തന്നെ ഈ ഓയിൽ വെൽസ്, അതുപോലെ തന്നെ ഓക്കെ, ഇത്രയും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പ് 6ൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് 6ലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് 6 റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 15% ആണ്. ഗ്രൂപ്പ് 6 അല്ല, ഗ്രൂപ്പ് 5. ദെൻ ഇനി ഗ്രൂപ്പ് 6ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? അതായത് ഗ്രൂപ്പ് 6ൽ വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരുന്നതാണ് ഈ ഷിപ്പ്, അതുപോലെ തന്നെ ഈ ഇൻലാൻഡ് വാട്ടർ വെസൽസ്, സ്പീഡ് ബോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കടലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഈ ഗ്രൂപ്പ് 6ൽ വരുന്നത്. അപ്പോൾ അത് എത്രയാണ്? അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20% ആണ്. ഇനി ദെൻ ഗ്രൂപ്പ് 7ൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെയാണ്. അത് ഏതൊക്കെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നത്? അതായത് ബസ്, നമ്മൾ ഈ ഹയർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബസ്സസ്, ലോറീസ് ആൻഡ് ടാക്സീസ് യൂസ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ
അല്ലേ, ഹയർ മെഷീനറി യൂസ് ഇൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ അല്ലെ, അതായത് എന്തൊക്കെയാണ് ഹയർ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ്സസ്, ടാക്സീസ്, അതുപോലെ തന്നെ ഈ സെമി കണ്ടക്ടർ അല്ലെ, അതായത് നമ്മളിപ്പോ സെമി കണ്ടക്ടർ, അതായത് ഹയർ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഗ്രൂപ്പ് 7 വരുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സും വരുന്നുണ്ട് കേട്ടോ. അതിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 30% ആണ് ചാർജ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ ഗ്രൂപ്പ് 8 വരുന്നത് നമ്മളിപ്പോൾ ഈ എൻജിനീയർ, അതായത് ഇപ്പോൾ എയ്റോപ്ലെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എയ്റോ എൻജിൻസ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയറുകൾ, ബുക്സുകൾ, എനർജി സേവിങ്സ് ഡിവൈസസുകൾ, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻസുകൾ, മെഡിക്കൽ എക്യുപ്മെൻസുകൾ, അതുപോലെ തന്നെ മൈനിങ് എക്യുപ്മെൻസുകൾ, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ഇതൊക്കെ ഗ്രൂപ്പ് 8 വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 40% ആണ്. ദെൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് 9 വരുന്നത് എന്തൊക്കെയാണ്? ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, എന്ത്, നോ ഹൗ, പാറ്റന്റ്, കോപ്പിറൈറ്റ് പോലെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്കുകളാക്കിയിട്ട് തരം തിരിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്ലോക്ക് വൈസിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമുക്കറിയാൻ പറ്റും. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓരോ ഇൻഡിവിജ്വൽ ഫിക്സ്ഡ് അസറ്റിന്റെ മുകളിലും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? അതായത് ഇപ്പോൾ നോക്കി നോക്കൂ, ബിൽഡിംഗ് എന്ന് ഒരു 1 lakhന്റെ ബിൽഡിംഗ് ഞാൻ വാങ്ങി, 1 lakhന്റെ ബിൽഡിംഗ് ഞാൻ വാങ്ങി. അക്കൗണ്ടൻസിയിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാട്ടോ പറയുന്നത്. പറയാണെന്ത്, ഇതിന്റെ മുകളിൽ 10% ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 1 lakhന്റെ 10% എടുക്കും അല്ലെ? അപ്പൊ എത്രയാണ്? 10,000 അല്ലെ? അപ്പോൾ 10,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻകം ടാക്സിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ അസറ്റിന്റെ മുകളിലല്ല, ബ്ലോക്ക് വൈസിലാണ്. നമ്മൾ പറഞ്ഞു എന്താ, ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള അസറ്റുകളെയൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കുന്നു. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഈ ബ്ലോക്കിന്റെ മുകളിൽ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അല്ലെ, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്താം. പക്ഷേ ഇൻകം ടാക്സിൽ ഈ പവർ ജനറേഷൻ ഒഴികെയുള്ള മറ്റു എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതും എന്തിൻ്റെ മുകളിലാണ്? ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ നമ്മളിവിടെ ക്ലാസസ് ഓഫ് അസറ്റ്സുകളെ കുറിച്ച് പഠിച്ചു. പല ടൈപ്പ് ഓഫ് ഓരോ ക്ലാസസിനും വരുന്ന ഡിപ്രീസിയേഷനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഇപ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എത്രയാണ് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സുകളാക്കി തരംതിരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവയെ ബ്ലോക്കുകളാക്കി മാറ്റണം. നമ്മൾ എന്താ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു ഒരേ റേറ്റിൽ വരുന്ന ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള അസറ്റുകളെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് എങ്ങനെ ഫോം ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് അസറ്റുകളെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഫോർമേഷൻ ഓഫ് ബ്ലോക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ഫോം ചെയ്യണം അല്ലേ? ബ്ലോക്ക് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരേ ക്ലാസ് ഓഫ് അസറ്റ്, സെയിം ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നല്ലെങ്കിൽ ഒരേ ക്ലാസ് ഓഫ് അസറ്റ്, അതുപോലെ തന്നെ ഒരേ സെയിം ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള അസറ്റുകളെ നമ്മൾ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. അതാണ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10% ഡിപ്രീസിയേഷൻ ഉള്ള
ബിൽഡിങ്ങുകളെ ഒക്കെ നമ്മൾ ഒരേ ബ്ലോക്കുകളിലാക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്ലോക്ക് ആക്കുന്നത് എങ്ങനെയാണ്? റേറ്റ് ഒരേ റേറ്റ് ആയിരിക്കണം, ഒരേ ക്ലാസ് ആയിരിക്കണം, അസറ്റ് ഒരേ ക്ലാസ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റുകളെ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 10% ഡിപ്രീസിയേഷൻ ഉള്ള എല്ലാ ബിൽഡിങ്ങുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലോക്ക് ആക്കി മാറ്റുന്നു. അതേപോലെ തന്നെ 5% ഡിപ്രീസിയേഷൻ ഉള്ള എല്ലാ ബിൽഡിങ്ങിനെയും നമ്മൾ വേറൊരു ബ്ലോക്ക് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബ്ലോക്ക് ഫോർമേഷൻ ഓഫ് ബ്ലോക്ക് ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? ആഡ് ന്യൂ അസറ്റ് അല്ലേ? ന്യൂ അസറ്റ് ആഡ് ചെയ്യണം. അപ്പം അതിന് മുന്നേ നമ്മൾ ബ്ലോക്കുകളാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇപ്പോൾ എങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നടത്തുക എന്ന് പറയുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും? നോക്കി നോക്കൂ, ഇവിടെ ഒരു മെഷീനറിയുടെ വാല്യൂ 1 lakh ആണെന്ന് വിചാരിക്കൂ. അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്. ഇത് നിങ്ങളോട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൻ്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 5 year ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 1 lakhന്റെ 10% കണ്ടു. ഓക്കെ, അപ്പോൾ 1 lakhന്റെ 10% എത്രയാണ്? 10,000 ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 10,000 ഈ 1 lakhൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടും? 90,000 കിട്ടും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്നാട്ടോ പറയുന്നത്? ഈ 10,000ന്റെ 10% കാണണം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 9,000 കിട്ടും അല്ലേ? 10,000ന്റെ സോറി ഓക്കെ 90,000ന്റെ 10% കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9,000 കിട്ടും അല്ലേ? അപ്പോൾ അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എമൗണ്ട് കിട്ടുന്നു, ദെൻ അതിൻ്റെ 10% കാണുന്നു. ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓരോ വർഷവും ഇപ്പോൾ 10% ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 10,000 വെച്ച് ഇങ്ങനെ കുറക്കുക. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, കറണ്ട് ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലേ? അതായത് കറണ്ട് പ്രീവിയസ് ഇയറിൻ്റെ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടെത്തുക. ഓക്കെ, അതാണ് അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഈ ഒരു ഇയറിൻ്റെ ഇതാണ് കറണ്ട് ഇയർ എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നോക്കി നോക്കൂ, ഇപ്പോൾ 1 lakh ആണ് കോസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പണിങ്. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കുറക്കുന്നു. ദെൻ കറണ്ട് ഇയറിന്റെ ഓപ്പണിംഗ് എന്ന് ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 90,000 എന്താണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കി നോക്കൂ, ആഡ് ന്യൂ അസറ്റ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയറിലെ വേറെ ഏതെങ്കിലും അസറ്റുകൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ ബ്ലോക്കിലുള്ള സെയിം ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് സെയിൽസ് വാല്യൂ അല്ലേ? അതേ ബ്ലോക്കിലെ അസറ്റിന്റെ സോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിറ്റു, അല്ലെങ്കിൽ ഡിസ്കാർഡഡ്, അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്തു, ഡിസ്ട്രോയിഡ്, നശിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അസറ്റുകൾ നശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിറ്റു. ഇപ്പൊ നോക്കി നോക്കൂ, ഇപ്പൊ ഒരു ബിൽഡിംഗ് നമ്മൾ വിറ്റു. ഒരു ബ്ലോക്കിൽ 5 ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് ഒന്ന് ഞാൻ വിറ്റു. അപ്പൊ എന്ത് ചെയ്യണം? അത് ആ ബ്ലോക്കിൽ നിന്ന് കുറക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നശിച്ചു പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ബ്ലോക്കിൽ നിന്ന് കുറക്കണം. ഓക്കെ, അത് കുറച്ചു. ലാസ്റ്റ് വൺ എന്താണ്? ഫൈനൽ ഫിഗർ അല്ലെ? ലാസ്റ്റ് നമുക്ക് ഇനി എന്താണോ എമൗണ്ട് കിട്ടുന്നത് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് എ, ബിൽഡിംഗ് ബി, ബിൽഡിംഗ് സി, ബിൽഡിംഗ് ഡി, ബിൽഡിംഗ് ഇ, ബിൽഡിംഗ് എഫ് ആൻഡ് ജി, പ്ലാന്റ് എ ആൻഡ് ബി, അതുപോലെ തന്നെ മെഷീനറി സി, ഡി ആൻഡ് എഫ്, കാർ ബി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, അങ്ങനെ ഒരുപാട് അസറ്റുകളും അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂവും അതുപോലെ തന്നെ അതിന്റെ റേറ്റും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബ്ലോക്കുകളാക്കിയിട്ട് തരംതിരിക്കണം. എങ്ങനെ ബ്ലോക്കുകളായി തരംതിരിക്കുക? ഇപ്പൊ ബ്ലോക്ക് 1 ബിൽഡിംഗ് ആണല്ലോ അല്ലെ? ബ്ലോക്കിൽ നമ്മൾ ഫസ്റ്റത്തെ കാറ്റഗറി ബിൽഡിംഗ് എന്ന് ഉൾപ്പെടുത്തുക. പിന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഒരേ റേറ്റിൽ ഡിപ്രീസിയേഷൻ ഉള്ള
അസറ്റുകളൊക്കെ നമ്മൾ ഗ്രൂപ്പാക്കി മാറ്റുക. അതിനെ നമുക്ക് ബ്ലോക്ക് 1 എന്ന് പേരിടാം. ബ്ലോക്ക് 1 ബിൽഡിംഗ് എന്ന് പേരിടാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് 5% എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ബ്ലോക്ക് 1 നമ്മുടെ ബ്ലോക്കിന്റെ പേരെന്താണ്? ബ്ലോക്ക് 1 5%. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ബ്ലോക്ക് 1 നമ്മുടെ ബിൽഡിംഗ് ആണ്. അതിൽ 5% കാറ്റഗറി വരുന്ന എല്ലാ ബിൽഡിങ്ങുകളും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തും. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ്? ബിൽഡിംഗ് ബി അല്ലെ 5% ആണ്. ദെൻ അതേപോലെ തന്നെ ബിൽഡിംഗ് വേറെ ഏതാ വരുന്നത്? ബിൽഡിംഗ് ഡി അല്ലെ. ഇത് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ബിൽഡിങ്ങിനെയും നമ്മൾ ബ്ലോക്ക് 1 എഴുതുന്നു. ഓക്കെ, അപ്പൊ ബിൽഡിംഗ് ബിയും ബിൽഡിംഗ് ഡിയും ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 5,60,000 അതുപോലെ തന്നെ 1,25,000 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു? ബിൽഡിംഗ് ബിൽഡിംഗ് ബി, ബിൽഡിംഗ് ഡി, ബിൽഡിംഗ് ബി ആൻഡ് ബിൽഡിംഗ് ഡി അല്ലെ. ഇതിന്റെ എമൗണ്ട് എത്രയാണ്? 5,60,000 അതുപോലെ തന്നെ 1,25,000. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ എത്രയാണ്? 6,85,000 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ബ്ലോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ്? 6,85,000 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ബ്ലോക്ക് 2 എടുക്കുക. ബ്ലോക്ക് 2ൽ എന്താ എടുക്കേണ്ടത്? നമ്മൾ ബ്ലോക്കിന് പേര് കൊടുത്തു ബ്ലോക്ക് 2 അല്ലെ. ബ്ലോക്ക് 2 10%. 10% വരുന്നതിനെ നമ്മൾ എടുക്കുക. ഏതൊക്കെയാണ്? ബിൽഡിംഗ് എ ഏതാണ്? ബ്ലോക്ക് 2 ആണ് അല്ലെ. 10% വരുന്നുണ്ട്. ബിൽഡിംഗ് സി 10% വരുന്നുണ്ട് അല്ലെ. ബിൽഡിംഗ് സി 10% വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഇതാ ഇവിടെ ബിൽഡിംഗ് എഫ് ആൻഡ് ജി 10% വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? ബിൽഡിംഗ് എയും ബിൽഡിംഗ് സിയും ബിൽഡിംഗ് എഫ് ആൻഡ് ജിയും എന്താണ്? 10% ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വാല്യൂസ് ഒക്കെ കൂട്ടിയിട്ട് ബ്ലോക്ക് 2ന്റെ ഫൈനൽ വാല്യൂ എടുക്കും. അതുപോലെ തന്നെ ഇനി അടുത്ത് നോക്കി നോക്കാം. ബ്ലോക്ക് 3. ബ്ലോക്ക് 3ൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്? ബിൽഡിംഗ്. ഇനി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതാ ബിൽഡിംഗ് ഇ ഉണ്ട് അല്ലെ. അത് ഏതാണ്? 40% ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തെഴുതും? ബ്ലോക്ക് 3 എന്ന് പറഞ്ഞിട്ട് എന്തെഴുതുന്നു? 40% കാറ്റഗറി ഏത് മാത്രമേ ഉള്ളൂ? ബിൽഡിംഗ് ഇ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന്റെ ടോട്ടൽ എടുക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കി നോക്കാം. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിലെ ബ്ലോക്ക് 1 അല്ലെ. ഏതൊക്കെയാണ്? ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിലെ ബ്ലോക്ക് 1ല് 10% വരുന്നുണ്ടോ? യെസ്. ഓക്കെ, 10% മാത്രം വരുന്നുള്ളൂ അല്ലെ. അത് മാത്രം എടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്ലോക്ക് ആക്കുമ്പോ ഒരേ ക്ലാസ് ആയിരിക്കണം. ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഒരേ ക്ലാസ് ആയിരിക്കണം, സെയിം ഡിപ്രീസിയേഷൻ റേറ്റും ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്കുകളാക്കിയിട്ട് തരംതിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി നോക്കി നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നമ്മൾ വരുന്നത് ഇവിടെ ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി 15% വരുന്നുണ്ട് അല്ലെ. അതിൽ കാറും ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കാർ ഉൾപ്പെടുന്നതാണ്. കാറിനെ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അണ്ടറിലല്ലേ ഉൾപ്പെടുത്തുന്നത്. 15%ഉം കാറ് അല്ലെ. കാറും ഇത് രണ്ടും നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആക്കി മാറ്റുന്നു. ദെൻ ഇനി അടുത്തത് എന്താ വരുന്നത്? ഇനി ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? മെഷീനറി 30%ന്റെ ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലോക്കുകളാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതില് XYZ 3 മെഷീൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഓരോന്നിന്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് 2,10,000, വൈയുടെ 3,28,000, സെറ്റിന്റെ 2,52,000. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റും തന്നിട്ടുണ്ട് അല്ലെ. എല്ലാ മെഷീന്റെയും ഡിപ്രീസിയേഷൻ റേറ്റ് 15%. ഓക്കെ, ഇനി ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ ഒരു മെഷീന് നമ്മൾ വാങ്ങി. എന്നാ വാങ്ങിയത്? 25/12/2019 നമ്മളൊരു പുതിയൊരു മെഷീൻ വാങ്ങി. ഓക്കെ, അതായത് മെഷീൻ എ വാങ്ങി.
ദെൻ അതിൽ നിന്ന് അതിൻ്റെ വില മെഷീൻ എയുടെ വില എത്രയാണ്? 1,80,000 ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ വൈയും സെറ്റും നമ്മൾ വിറ്റു. എന്നാ വിറ്റത്? 25/3/2020 നമ്മൾ വിറ്റു. ഓക്കെ, അപ്പം ഇവിടെ വൈ വിറ്റപ്പോൾ 3,60,000 കിട്ടി. ദെൻ സെറ്റ് വിറ്റപ്പോൾ 2 lakh കിട്ടി. ഇനി നിങ്ങളോട് ഇതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് സെറ്റ് ചെയ്യണം അല്ലേ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ക്ലാസ് ആയിട്ടുള്ള ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലോക്കാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ മെഷീനാണ് ഒരേ അല്ലേ, എല്ലാതും ഫുൾ മെഷീനാണ്. മെഷീൻ എക്സ്, മെഷീൻ വൈ, മെഷീൻ സെറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ റേറ്റ് ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടി അല്ലേ? ഇതിന് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളിപ്പോൾ വേറെ ഒന്നുമില്ല, വേറെ റേറ്റും കാര്യങ്ങളും തന്നിട്ടില്ല, വേറെ ക്ലാസ്സും തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ റേറ്റുകളൊക്കെ കൂട്ടുന്നു അല്ലേ? അതായത് 2,10,000, 3,28,000, 2,52,000 എല്ലാം കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടി? 7,90,000 കിട്ടി. ഇതാണ് ബ്ലോക്ക്, ഒരു ബ്ലോക്ക് 1ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള മെഷീൻ നമ്മൾ വാങ്ങണം, ആഡ് ചെയ്യണം അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒരു മെഷീൻ എ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയത് 25/12/2019 ഇതിന്റെ കോസ്റ്റ് വരുന്നത് 1,80,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഈ 7,90,000 കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 9,70,000 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ഒരു ഇയറിൽ തന്നെ ഏതെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമ്മുടെ ഇയർ എന്നാ കംപ്ലീറ്റ് ആവുക? കംപ്ലീറ്റ് ആവുന്നത് നോക്കി നോക്കൂ. 1 April 2019 to 31 March 2020 വരെയാണ് ആ ഒരു പ്രീവിയസ് ഇയറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രീവിയസ് ഇയറിൽ മാറ്റം ഉണ്ടായിരിക്കും അല്ലേ? എന്താണ് അത് നമ്മൾ ഓരോ ഇയർ വെച്ചിട്ടാണ് നോക്കുക. എൻ്റെ ഇത് കുറച്ച് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട് ആണ് ഈ ഒരു ഇയർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങിയത് എന്നാണ്? 25/12/2019 അതേപോലെ തന്നെ പഴയ മെഷീനുകൾ വിറ്റത് എന്നാണ്? 25/3/2020 അല്ലെ? അപ്പൊ ആ ഒക്കെ ഒരു ഇയറിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ മെഷീൻ വൈയും മെഷീൻ സെറ്റും വിറ്റു. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്ലോക്കിൽ നിന്ന് അത് കുറക്കണം അല്ലെ? മെഷീൻ വൈ 3,60,000 മെഷീൻ സെറ്റ് 2 lakh ആണ്. 2 lakhനുമാണ് നമ്മൾ വിറ്റത്. മൊത്തം ഇവിടെ എത്ര രൂപക്കാണ് നമ്മൾ വിറ്റത്? 5,60,000 നമ്മളിത് വിറ്റത് അല്ലേ? ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 9,70,000 നിന്ന് കുറക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ മൈനസ് ചെയ്തു. 9,70,000 നിന്ന് 5,60,000 മൈനസ് ചെയ്തു. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4,10,000 ആണ് അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതാണ് നമ്മളുടെ ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ ബിഫോർ ഡിപ്രീസിയേഷൻ. ഇപ്പോഴും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കറിയാം നോർമൽ ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണ്? 15% ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെഷീന് 180 ഡേയ്സിനേക്കാളും താഴെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഈ ഒരു പ്രീവിയസ് ഇയറിലെ 180 ദിവസത്തിനേക്കാളും താഴെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന് 0.5% എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അതായത് എത്ര ശതമാനം എടുക്കാൻ പറ്റുള്ളൂ? 15ന്റെ 7.5%. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഈ മെഷീൻ എ നമ്മൾ വാങ്ങിയത് എന്നാ? 25/12/2019 അല്ലെ? അപ്പൊ ഇനി അതിലേക്ക് ഈ ഇയർ എപ്പോഴാണ്? പ്രീവിയസ് ഇയർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ഇപ്പൊ ഇതിൽ നോക്കി നോക്കൂ, 3 മാസമാണ് ഉള്ളത് ഇതിൽ. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ? അപ്പൊ അവിടെ 180 ഡേയ്സ് ആവുമോ? ഇല്ലല്ലോ. 180 ദിവസം ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 180 ഡേയ്സിനേക്കാളും കുറവാണ് നമ്മൾ ഈ മെഷീൻ ഈ ഒരു വർഷം യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആ മെഷീൻ എൻ്റെത് മാത്രം നമ്മൾ സെപ്പറേറ്റ് കാണണം. അതായത് എത്രയാണ് മെഷീൻ എന്റെ കോസ്റ്റ്? 1,80,000 ആണ്. ഇതിന്റെ 7.5% നമ്മൾ എടുക്കുക. 7.5% എടുക്കുക. അപ്പൊ എത്ര നമുക്ക് കിട്ടും? 7.5% 13,500 രൂപയാണ്. ഓക്കെ, 13,500 രൂപയാണ് ഇതിന്റെ 7.5% എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വാല്യൂ അല്ലെ?
ഇതിൽ നിന്ന് ഈ 1,80,000 മാത്രം നമ്മൾ സെപ്പറേറ്റ് കണ്ടു. ഇനി ഇതിൽ നിന്ന് ഈ 4,10,000 നിന്ന് എന്ത് ചെയ്യണം? 1,80,000 മൈനസ് ചെയ്താൽ ബാക്കി ഇനി എത്ര ഉണ്ടായിരിക്കുള്ളൂ? ബാക്കി ഇനി 2,30,000 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ഇതിന്റെ 15% കാൽക്കുലേറ്റ് ചെയ്യാം. 15% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 34,500 കിട്ടും. അപ്പൊ ആ വർഷം ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണ്? മെഷീൻ എന്റെ ഡിപ്രീസിയേഷൻ 13,500, ബാക്കിയുള്ളതിന്റെ ഡിപ്രീസിയേഷൻ 34,500 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക അല്ലെ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൊത്തം ആ ഒരു ഇയറിൽ നമുക്ക് കുറക്കാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 48,000 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ എന്താണ് അസറ്റുകളെല്ലാം കൂടെ കൂട്ടിയതിന്റെ വാല്യൂ അല്ലെ, ആ ബ്ലോക്കിന്റെ വാല്യൂ. ഈ ബ്ലോക്കിൽ ഇതാണ്, ഈ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 48,000 മൈനസ് ചെയ്യുന്നു. ബാക്കി അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4,10,000 മൈനസ് 4,80,000 ഈസ് ഈക്വൽ ടു 3,62,000. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത്, നമ്മളിപ്പോ ഈ മെഷീനെ കറണ്ട് ഇയറിൽ തന്നെ മേടിച്ചു, പക്ഷേ അത് 180 ഡേയ്സിനേക്കാളും താഴെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നോർമൽ ഡിപ്രീസിയേഷന്റെ ഹാഫ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ 15% നോർമൽ ഡിപ്രീസിയേഷൻ, അതിന്റെ 7.5% മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇവിടെ നോർമൽ ഡിപ്രീസിയേഷൻ 10 ആണെങ്കിലോ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡിപ്രീസിയേഷൻ അലവൻസസ് ഫോർ സ്പെഷ്യൽ കേസസ്. ഓക്കെ, അതായത് ഓരോ ചില കേസുകളിലെ ഡിപ്രീസിയേഷൻ അലവൻസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തതാണ് നമ്മുടെ പവർ യൂണിറ്റിന്റെ ഡിപ്രീസിയേഷൻ. ഓക്കെ, പവർ യൂണിറ്റ്, ഈ പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ടല്ലോ, അവരുടെ കേസുകളിൽ നമ്മൾ എന്തു പറഞ്ഞു? അവർക്ക് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലോ അവർക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഏത് മെത്തേഡ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, ഇത് ഏത് ബിസിനസ്സിന് മാത്രമേ പറ്റുള്ളൂ? പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ പവർ ജനറേറ്റ് ചെയ്യുന്നതോ ബിസിനസ് അണ്ടർടേക്കിങ്സിന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റൂള് അപ്പൻഡിക്സ് 9(1)(a) റേറ്റും ഇതിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിലോ മറ്റ് അസസീസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ചൂസ് ചെയ്യണം. അതായത് പവർ ജനറേഷൻ ബിസിനസ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണോ യൂസ് ചെയ്യുന്നത് എന്ന് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ചൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരിക്കൽ ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റില്ല. പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീഷണൽ പ്ലാന്റുകൾ അല്ലെ, അതായത് ന്യൂ മെഷീനറി ആൻഡ് പ്ലാന്റിന്റെ അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെ. അതെന്താ നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു മെഷീനറിയോ പുതിയൊരു പ്ലാന്റോ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് നോർമൽ ഡിപ്രീസിയേഷന് പുറമെ അഡീഷണൽ ഡിപ്രീസിയേഷനും കൂടെ കിട്ടുന്നു. പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻ? ഒന്നാമത്തതാണ് ഈ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ബിസിനസ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബിസിനസ്സിനോ അതല്ലെങ്കിൽ പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിനോ ആയിരിക്കണം നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതായത് എല്ലാ ടൈപ്പ് ബിസിനസ് നടത്താനും നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങുകയാണ്, പുതിയത് വാങ്ങുകയാണ്, അതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ
അത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം? ഒന്നല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബിസിനസ് അല്ലെ. രണ്ടാമത്തത് എന്താ പറയുന്നത്? പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് 31/3/2005 ശേഷം അക്വയർ ചെയ്തതോ ഇൻസ്റ്റാൾ ചെയ്തതോ ആയിരിക്കണം. അപ്പോൾ പുതിയൊരു മെഷീനറിക്ക് പ്ലാന്റിന് അല്ലെങ്കിൽ മെഷീനറിക്കോ പ്ലാന്റിനോ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഇനി അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടാത്ത കുറച്ച് അസറ്റുകളും ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ഈ ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ്, ഇത് പുതിയതാണെങ്കിലും നമുക്ക് എന്ത് കിട്ടില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടൂല. അതുപോലെ തന്നെ യൂസ്ഡ് മെഷീനറി പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം എന്നുള്ളത് അല്ലെ. ദെൻ അടുത്തത് തന്നെ അതുപോലെ തന്നെ ഓഫീസ് പ്രിമൈസസ് മെഷീനറി അല്ലെ. ഓഫീസ് പ്രിമൈസസ് മെഷീനറിക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമോ? ഇല്ല. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ പവർ ഡിസ്ട്രിബ്യൂഷൻ ഓർ ജനറേഷന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന മെഷീനറി ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഓഫീസ് അപ്ലയൻസസ് ഇതിൽ ഉൾപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, അതുപോലെ തന്നെ ഈ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടുന്ന ചില അസറ്റുകൾ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുകളിലായിട്ട് പഠിക്കും. അതിനൊന്നും എന്ത് കിട്ടില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടൂല. ഓക്കെ, അപ്പൊ ഇനി എത്ര പെർസെൻറ്റേജ് നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും? ആക്ച്വൽ കോസ്റ്റിന്റെ 20% നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അഡീഷണൽ അസറ്റ് നമ്മൾ 180 ഡേയ്സിൽ താഴെയാണ് ഉപയോഗിച്ചത് എങ്കിൽ നമുക്ക് എത്ര മാത്രമാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുക? 10% ആണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുക. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ഇയറിൽ, അതായത് കറണ്ട് ഇയറിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞു എന്ത്? പുതിയ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പവർ ജനറേഷൻ ബിസിനസ്സിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ അതിന് നോർമൽ ഡിപ്രീസിയേഷന് പുറമെ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നു. അത് 20% ആണ് എന്ന് പറഞ്ഞു. ആ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള അസറ്റ് 180 ഡേയ്സിനേക്കാളും താഴെയാണെങ്കിൽ കറണ്ട് ഇയറിൽ നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് എത്ര മാത്രമാണ്? ഓൺലി 10% ആണ്. ബാക്കി 10% നമുക്ക് ബാക്കിയുള്ള ഇയറിലേക്ക് കിട്ടും. ബാക്കിയുള്ള ഇയറിൽ നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മളിനി ഈ അസറ്റ്, പുതിയൊരു അസറ്റ് വാങ്ങിയത് ക്യാഷ് ഒരു 10,000 മുകളിലുള്ള ഒരു അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്താണ്, റൊക്ക മീൻസ് റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത് എങ്കിൽ അതിനെന്ത് കിട്ടൂല? ഡിപ്രീസിയേഷൻ കിട്ടൂല. കാരണം എന്താണ്? നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് അക്കൗണ്ട് പേയ് ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പേയ്മെന്റ് വഴിയോ ആയിരിക്കണം നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് വാങ്ങിയ ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ കിട്ടൂല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറയാനുള്ളത് ഈ ബാക്ക്വേർഡ് ഏരിയ ബെനിഫിറ്റ്, അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന, വെസ്റ്റ് ബംഗാള് ഇതൊക്കെയാണ് ഇതിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ബാക്ക്വേർഡ് ഏരിയാസ്. അതായത് ഈ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ബാക്ക്വേർഡ് ഏരിയാസിൽ നമ്മളൊരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ എത്രയാണ് കിട്ടുക? 20%-ന് പകരം 35% കിട്ടും. ആ 35% കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ഇവിടെ ബാക്ക്വേർഡ് ഏരിയാസിലായിരിക്കണം മെഷീനറി മീൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അത് ഈ മെഷീനറി ബാക്ക്വേർഡ് ഏരിയാസിൽ 180 ഡേയ്സിൽ കുറവാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ പകുതിയേ കിട്ടുള്ളൂ. കറണ്ട് ഇയറിൽ നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ 17% മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ഇതിൽ പറയുന്ന അടുത്തൊരു പോയിന്റ് ആണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കി നോക്കൂ, ഒരു അസസിക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 40,000 രൂപ കിട്ടി. ഓക്കെ,
അപ്പോൾ നമുക്കിത് കുറക്കാവുന്നതാണ് അല്ലേ. ഇതൊരു എക്സ്പെൻസ് ആണ്, നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷേ ആ അസസിയുടെ ആ ഇയറിൽ കിട്ടിയിട്ടുള്ള ബിസിനസിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആകെ 30,000 രൂപയേ ഉള്ളൂ. ഓക്കെ, 30,000 രൂപയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ 40,000 കുറക്കാൻ പറ്റുമോ? ഇല്ല. അതായത് അപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് കുറക്കാൻ പറ്റൂല. കാരണം എന്താ, പ്രോഫിറ്റ് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്കത് കുറക്കാൻ പറ്റാത്ത ആ ഒരു ഭാഗം നമുക്ക് പിന്നീട് അത് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 30,000 ആണ് അല്ലെ പ്രോഫിറ്റ് കിട്ടിയത്. ഡിപ്രീസിയേഷൻ 40,000 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 40,000 നമുക്ക് കുറക്കാൻ പ്രോഫിറ്റ് ഇല്ല അല്ലെ. ഇതിൽ നിന്ന് 30,000 നമ്മൾ കുറച്ചു. അപ്പൊ ആ വർഷത്തെ ബിസിനസിന്റെ ഇൻകം എന്ന് പറയുന്നത് 0 ആയി. ഇനി നമുക്ക് 10,000 കൂടെ കുറക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ഹെഡ് ഓഫ് ഇൻകംസ് ഇല്ലേ, അതായത് സാലറി ഒഴികെയുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കൂടെയോ, ഇനി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇനി ഏറെ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കൂടെയോ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിന്റെ കൂടെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് നെക്സ്റ്റ് ഇയറിലേക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ സെറ്റ് ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിനായിട്ടൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ ഇനി മാനുഫാക്ചറിങ് കമ്പനികൾക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ്സ് അല്ലേ. അതായത് നമുക്കിവിടെ ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കിപ്പോ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ആക്ച്വൽ കോസ്റ്റിന്റെ 15% ഡിഡക്ഷൻസ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അതായത് അവിടെ കോസ്റ്റിന്റെ 15% ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും. പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ കണ്ടീഷൻ? ഒന്ന്, മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കണം. രണ്ടാമത്തത്, ഈ അസറ്റ് അക്വയർ ചെയ്തത് 1/4/2014 ശേഷമായിരിക്കണം. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്തത് 31/3/2017 മുമ്പായിരിക്കണം. അതുപോലെ തന്നെ ഈ മെഷീനറിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 25 ക്രോറിനേക്കാളും കൂടുതലായിരിക്കണം അല്ലെ. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് 15% ഇൻസെന്റീവ് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാളേഷൻ നമുക്ക് ആ ഡിഡക്ഷൻ എപ്പോഴാ കിട്ടുക? ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ഇയറിൽ തന്നെ നമുക്ക് ഇതിന്റെ ഡിഡക്ഷൻസ് കിട്ടും. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്.